നമസ്കാരം. വാർത്തകളേറെ വരുന്ന പുതുമണിക്കൂറിൽ പ്രിയ പ്രേക്ഷകർക്ക് വൻ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ആദ്യം മഴ സംബന്ധിച്ച അപ്ഡേറ്റിലേക്ക് തന്നെയാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടമാണ് ഇന്നുണ്ടായത്. കണ്ണൂർ കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു. പെരുവാ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. ജലനിരപ്പ് ഉയർന്നതിനാൽ കൊല്ലം തെന്മല ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. കട്ടിപ്പാറയിൽ മലയിടിഞ്ഞിട്ടുണ്ട്. ഗോകുൽ വേണുഗോപാൽ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അപ്പോൾ അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്തു നിന്നുമുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്തിൽ നിന്നും. ആദ്യം ഗോകുലിലേക്കാണ്. ഗോകുൽ, കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ചുഴലി അടക്കം അടിച്ചു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മഴ ഇപ്പോഴും അതിശക്തമായി അവിടെ തുടരുകയാണോ? നാശനഷ്ടം സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? സുഹൈൽ, കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. നഗരപ്രദേശങ്ങളിലും മഴയുണ്ട്. ചെറുതായ രീതിയിലാണെങ്കിലും ഇപ്പോഴും മഴ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലാണ് ശക്തമായ കാറ്റും ചുഴലിയോട് സമീപനമുള്ള കാറ്റും മറ്റും ശക്തമായി വീശുന്നത്. കല്ലാച്ചി, താമരശ്ശേരി, വിലങ്ങാട് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റ് വീശി വീടുകൾക്ക് മുകളിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കട്ടിപ്പാറയിലെ മണ്ണാത്തി ഏറ്റുമലയിൽ നിന്ന് മലയിടിഞ്ഞ് പാറയിടിഞ്ഞ് ഒരു അപകടമുണ്ടായിരിക്കുന്നത്. 17 വീടുകൾക്ക് ഭീഷണി ഉണ്ടാവുന്ന രീതിയിൽ അവിടെ നിന്ന് മലയിടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എല്ലാവരോടും ബന്ധുവീടുകളിലേക്ക് മാറുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നസ്രുദ്ദീൻ UP സ്കൂളിൽ താൽക്കാലികമായിട്ടുള്ള ഒരു സംവിധാനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. 2:30 അല്പസമയത്തിനകം തന്നെ സംയുക്ത യോഗം, വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം കട്ടിപ്പാറ പഞ്ചായത്തിൽ ചേരുന്നുണ്ട്. റവന്യൂ വകുപ്പ്, പഞ്ചായത്ത് വകുപ്പ്, ഫയർ ആൻഡ് സേഫ്റ്റി, ആരോഗ്യ വകുപ്പ് എന്നിവരുടെ സംയുക്തമായ ഒരു യോഗമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. മണ്ണാത്തി ഏറ്റുമല എന്ന് പറയുന്നത് വലിയൊരു മലയാണ്. ആ മലയുടെ മുകളിൽ നിന്ന് പാറയുടെ കഷ്ണങ്ങൾ അടർന്നു വീഴുന്ന ഒരു സാഹചര്യമാണ്. തുടർച്ചയായ മഴ ഇപ്പോഴും പെയ്യുന്നതിനാൽ കുറേശ്ശെയായിട്ട് കല്ലും പാറയും മണ്ണും ചളിയും ഒക്കെ ഒലിച്ചു വരുന്ന അപകടകരമായൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അതിനാൽ തന്നെ തഹസീൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രദേശത്ത് സന്ദർശനം നടത്തുകയും 17ഓളം കുടുംബങ്ങളോട് അടിയന്തരമായി മാറി താമസിക്കുകയും പറഞ്ഞിട്ടുണ്ട്. 17ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്.